ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ PSC ബുള്ളറ്റിനകത്തുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഈ ഒരു ചോദ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ കുറെ അധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടിയിട്ട് സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നവരാണെങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നാണ്. ചാനൽ ആദ്യമായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്നാമത്തത് MCQ മോഡലാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അയോണിക സംയുക്തങ്ങൾക്ക് യോജിച്ചവ കണ്ടെത്തുക. അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതി കടത്തിവിടുന്നത്. ഇപ്പൊ സോഡിയവും ക്ലോറിനും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോഡിയം ക്ലോറൈഡ് അയോണിക സംയുക്തം ആണ്. അപ്പൊ അതായത് അയോണിക സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിൽ ഏത് തരത്തിലുള്ള ബോണ്ട് ആയിരിക്കും? അയോണിക് ബോണ്ട് ആയിരിക്കും ഉള്ളത്. അതായത് Na+Cl- എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ. അതായത് സോഡിയം ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു, ക്ലോറിൻ റിസീവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ രൂപീകരിക്കുന്നതാണ് അയോൺസ് ആയിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ആറ്റത്തിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? അയോൺസ് ആയിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് എങ്കിൽ അങ്ങനെയുള്ള ബോണ്ടാണ് അയോണിക സംയുക്തം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവ പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല, വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. അപ്പം ഇത് തെറ്റാണ്. അപ്പൊ യോജിച്ചവ ഏതൊക്കെയാണ്? സോഡിയം ക്ലോറൈഡിന്റെ കാര്യം ഓർക്കുക, ജലത്തിൽ ലയിക്കുന്നുണ്ട്. ഉയർന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ തിളനില ആർക്ക് ഉണ്ട്? അയോണിക സംയുക്തങ്ങൾ കൊണ്ട് ഇവ വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കണം. ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ അയോണിക സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് അടുത്ത ചോദ്യം. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിന് മുകളിൽ സ്വർണം പൂശുമ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത്? വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിന് മുകളിൽ സ്വർണം പൂശുമ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത്? സോഡിയം സയനൈഡും അതുപോലെ തന്നെ ഗോൾഡ് സയനൈഡും ആണ് ചേർക്കുന്നത്. അപ്പം ഗോൾഡിന്റെ സയനൈഡാണ്. സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും കൂടെ ചേർന്ന മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിന് മുകളിൽ കൂടെ സ്വർണം പൂശുമ്പോൾ സോഡിയം സയനൈഡും ഗോൾഡ് സയനൈഡും ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ഒരു ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാനുള്ള അളവുകൾ ചുവടെ ഉള്ളവയിൽ ഏതൊക്കെയാണ്? മാസ് പെർസെൻറ്റേജും വ്യാപ്തത ശതമാനവും ആണ്. 1ഉം 2ഉം ആണ് ആൻസർ വരുന്നത്. വ്യാപ്ത ശതമാനം, വോളിയം പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജും വോളിയം പെർസെൻറ്റേജും. അടുത്തത് രാസബന്ധനത്തെ പറ്റി ശരിയായത് ഏത്? ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് ഉണ്ടാകുന്നു. അപ്പൊ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെയും പഠിക്കാനുണ്ട്, ഡിഗ്രി ലെവൽ മെയിൻസിനും ഉണ്ട്. സോ അത് ഒന്നിച്ചൊന്ന് പഠിച്ചു പോവുക. രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. രാസബന്ധനത്തെ പറ്റി ശരിയായത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് ഉണ്ടാകുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിങ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ കോർഡിനേറ്റ് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിങ് രൂപപ്പെടുന്നു. അപ്പൊ രാസബന്ധനത്തെ പറ്റി ശരിയായിട്ടുള്ളവ ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് 1ഉം 2ഉം 4ഉം എന്നിട്ടുള്ള ഓപ്ഷൻ സി ആണ് പറയുന്നത്. 1, 2, 4. അപ്പം നോട്ട് ചെയ്ത് വെക്കണം. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകം, നമ്മൾ മുമ്പ് സോഡിയം ക്ലോറൈഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊരു അയോണിക് ബോണ്ടാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കോവാലന്റ് ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് മൂലകം, അതായത് 2 ഇലക്ട്രോ നെഗറ്റീവ് മൂലകം തമ്മിലാണ് എങ്കിൽ സഹസംയോജക ബന്ധനമായിരിക്കും കോവാലന്റ് ബോണ്ട് എന്നിട്ടുള്ള കാര്യം വരുന്നുണ്ട്. ദെൻ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ ആണ് എങ്കിൽ ഏത് ബോണ്ടിങ്? ലോഹ ബോണ്ടിങ്. 2 ഇലക്ട്രോ പോസിറ്റീവ് ആണ് എങ്കിൽ അവ തമ്മിലുള്ള ബന്ധനം ലോഹ ബോണ്ടിങ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ ജോഡികൾ ഏതാ? സോഡമൈഡ് നൈട്രേറ്റിംഗ് മിശ്രിതം ഫോസ്ജീൻ. ആൻസർ ഈസ് എല്ലാം ശരിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഡമൈഡ്, സോഡിയവും അമോണിയയും കൂടെ ചേരുന്നതിനാണ് സോഡമൈഡ്. നൈട്രേറ്റിംഗ് മിശ്രിതം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും കൂടെ ചേർന്നതിനാണ് നൈട്രേറ്റിംഗ് മിശ്രിതം. ഏതൊക്കെയാണ്? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. ഫോസ്ജീൻ ആണെങ്കിൽ
കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടെ ചേരുന്നതാണ് ഫോസ്ജീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 3 പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. സോഡമൈഡ് സോഡിയവും അമോണിയവും, നൈട്രേറ്റിംഗ് മിശ്രിതം സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും, ഫോസ്ജീൻ എന്നത് കാർബൺ മോണോക്സൈഡും ക്ലോറിനും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണേ. ഇനിയും ഹൈഡ്രോക്ലോറിക് ആസിഡും MnO2 തമ്മിൽ, മാംഗനീസ് ഡയോക്സൈഡും തമ്മിൽ പ്രവർത്തിപ്പിച്ച് കാഴ്ചയിലെ കണ്ടെത്തിയ വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ. മാംഗനീസ് ഡയോക്സൈഡും HCl കൂടെ പ്രവർത്തിപ്പിച്ച് ക്ലോറിൻ കണ്ടെത്തിയത്. ശരിയായവ കണ്ടെത്തുക. ഇതിനകത്തും എല്ലാം ശരിയെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലോറോഫോം ട്രൈക്ലോറോമീഥൈൻ അറിയാം. ആസ്പിരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. കണ്ണീർ വാതകം ക്ലോറോ അസറ്റോഫിനോൺ അറിയത്തില്ലേ? അത് നോട്ട് ചെയ്ത് വെക്കണേ. ക്ലോറോ അസറ്റോഫിനോൺ ആണ് കണ്ണീർ വാതകം. അയഡോഫോം എന്ന് പറയുന്നത് ട്രൈ അയഡോ മീഥെയിൻ ആണ്. അയഡോഫോം എന്ന് പറയുന്നത് ട്രൈ അയഡോ മീഥെയിൻ ആണ്. ഡ്രൈ അയഡോ മീഥെയിൻ ആണ് അയഡോഫോം എന്ന് പറയുന്നത്. ഡ്രൈ അയഡോ മീഥെയിൻ. ഇപ്പൊ ഈ കണ്ണീർ വാതകവും അയഡോഫോമും നോട്ട് ചെയ്ത് വെക്കാം. ട്രൈ അയഡോ മീഥെയിൻ ആണ് അയഡോഫോം. ക്ലോറോ അസറ്റോഫിനോൺ ആണ് കണ്ണീർ വാതകം പറയുന്നത്. ഓക്കെ. ഹീലിയത്തെ പറ്റി തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ഫ്ലൂയിഡും ആണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമാകുന്നു, തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമാകുന്നു. ഈ ഒരു ചോദ്യം ഈയുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമാകുന്നുണ്ട്. ഇപ്പൊ ഹീലിയത്തെ പറ്റി തെറ്റായ പ്രസ്താവന: ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമാവുന്നില്ല, തണുപ്പിക്കുമ്പോഴാണ് ഹീലിയം ദ്രാവകമാകുന്നത്. തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമാകുന്നു. ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം 2 ഒരു സൂപ്പർ ഫ്ലൂയിഡും ആണ്. ഹീലിയം 2 സൂപ്പർ ഫ്ലൂയിഡും ആണ്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയം. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് എന്നീ വാതകങ്ങളുടെ നിർമ്മാണ വേളയിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്നത് ഏത്? ആരാണ്? അത് SCRT-ക്കകത്തുണ്ട്. H2SO4 ആണ്. ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ്. മിഷ് മെറ്റൽ, അതും പരീക്ഷയ്ക്ക് വന്ന പോയിന്റ് ആണ്. 95% ലാന്തനൈഡുകള്, 5% ഇരുമ്പ്, സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം എന്നിവയുടെ അംശവും ഉള്ളതാണ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 95% ലാന്തനൈഡ്, 5% ഇരുമ്പ്. ഇനി മൂലകങ്ങളൂടെ പഠിച്ചു വെക്കണം. കാരണം ഈ ഓപ്ഷനകത്ത്, ഓപ്ഷൻ സിക്കകത്ത് കണ്ടോ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. സോ സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം. സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം അത്രയും ചേർന്നതാണ് മിഷ് മെറ്റൽ. നൈട്രജൻ 5 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിലും പെന്റാ ഹാലൈഡുകൾ ഉണ്ടാക്കുന്നില്ല. പ്രസ്താവന 2. നൈട്രജൻ SP എന്നീ 2 ഓർബിറ്റലുകൾ മാത്രമേ ഉള്ളൂ. അതിനാൽ 4ൽ കൂടിയ സഹസംയോജകത ഇല്ല. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. നൈട്രജൻ 5 ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ടെങ്കിലും പെന്റാഹാലൈഡുകൾ ഉണ്ടാക്കുന്നില്ല. നൈട്രജന്റെ ഓക്സീകരണാവസ്ഥ 5 കാണിക്കുന്നുണ്ടെങ്കിലും എന്തുണ്ടാക്കുന്നില്ല? പെന്റാഹാലൈഡുകൾ ഉണ്ടാക്കുന്നില്ല. നൈട്രജന് SP എന്നീ 2 ഓർബിറ്റലുകൾ മാത്രമേ ഉള്ളൂ. അതിനാൽ 4ൽ കൂടിയ സഹസംയോജകത ഇല്ല. നൈട്രജൻ എപ്പോഴും ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുന്നത്. NH3 ഒരു ലൂയിസ് ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട് ലൂയിസ് ബേസ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ലൂയിസ് ബേസ്, ലൂയിസ് ആസിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിനകത്ത് ഒരു 5 മിനിറ്റത്തെ ഉള്ള വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ് വരുന്നത്? NH3 ഒരു ലൂയിസ് ബേസ് ആയി പ്രവർത്തിക്കാൻ കാരണം NH3യിലെ നൈട്രജൻ ആറ്റത്തിൽ ദാനം ചെയ്യാവുന്ന ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണുകൾ ഉള്ളതിനാൽ നൈട്രജൻ ആറ്റത്തിൽ ഇപ്പൊ NH3യില് നൈട്രജൻ എന്ന് പറഞ്ഞത് എത്ര ഉള്ളൂ? ഒരു ഏകാന്ത ജോഡി
ഇലക്ട്രോണുകൾ ഉള്ളതിനാൽ NH3 ഒരു ലൂയിസ് ബേസ് ആയി പ്രവർത്തിക്കാൻ കാരണം. ഹൈഡ്രജൻ ബന്ധനം ഉള്ളത് കൊണ്ട്, അമോണിയ തന്മാത്രകൾക്ക് 4 ബന്ധന ജോഡി ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് ബേസിക് സ്വഭാവമുള്ള തന്മാത്രയാണ്. ഇപ്പൊ ലൂയിസ് ബേസ് ആയിട്ട് പ്രവർത്തിക്കാൻ കാരണം NH3-ക്കകത്തുള്ള നൈട്രജന് ആറ്റത്തിനെ ദാനം ചെയ്യാവുന്ന ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണുകൾ ഉള്ളതിനാലാണ് ഇതിനകത്ത് ലൂയിസ് ബേസ് ആയിട്ട് പ്രവർത്തിക്കാൻ കാരണം എന്ന് പറഞ്ഞത്. അപ്പൊ നൈട്രജൻ ആറ്റത്തിൽ ദാനം ചെയ്യാവുന്ന, അതായത് ഡൊണേറ്റ് ചെയ്യാവുന്ന ഒരു ഏകാന്ത ജോഡി, അതായത് വിട്ടുകൊടുക്കാവുന്ന ഒരു ഏകാന്ത ജോഡി ഇലക്ട്രോണുകൾ ഉള്ളതിനാലാണ് ഇതിന് ഒരു ലൂയിസ് ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ചുവടെയുള്ള ഏത് ആസിഡാണ് ഫോസ്ഫറസ് +5 ഓക്സീകരണാവസ്ഥയിൽ കാണപ്പെടുന്നത്? +5 ഓക്സീകരണാവസ്ഥ. ഫോസ്ഫറസിന്റെ ഓക്സീകരണാവസ്ഥ +5 ഇവിടെ ഓപ്ഷൻ എ ആണ് പറയുന്നത്, H4P2O7. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം എത്ര? 51 അമിനോ ആസിഡുകളാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം 51. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതുപോലെ നമ്മൾ ബയോളജിയും ഫിസിക്സും ഒക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻസിനകത്ത് 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ഇപ്പോൾ റണ്ണിങ് ആണ്. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനും 10th മെയിൻസ് പരീക്ഷ റിലേറ്റ് ചെയ്ത് കോഴ്സ് നമ്മൾ ടെലഗ്രാം വഴിയിട്ടാണ് കൊടുക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സും PDF-ഉം അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ CRT ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും, അതുപോലെ തന്നെ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും ഡെയിലി നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ PDF-ഉം അതിന്റെ വീഡിയോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടാതെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ 2021 മുതലുള്ള PDF-ഉം ഇതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിരിക്കും. ഓക്കെ, ഫോക്കസ് ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ 100 ഡേയ്സ് കൃത്യമായിട്ട് പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ സ്വന്തമായിട്ടൊരു ഡയറക്ഷൻ കൃത്യമായിട്ട് കിട്ടാത്തവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസം എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ ഫോക്കസ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ആ ഒരു ആ ഒരു ബാലികേറാമല താണ്ടി നമ്മൾ അങ്ങ് എത്താൻ പറ്റത്തുള്ളൂ. സോ എന്ത് ചെയ്യണം? നമ്മൾ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ PSC നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.